ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ലേണേഴ്സ് കോർണർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ റോസ പാർക്സ് സാറ്റ് സ്റ്റിൽ എന്ന് പറയുന്ന സ്റ്റോറിയാണ്. അപ്പോൾ ഇതിൻ്റെ തൊട്ട് താഴെയായിട്ടൊരു ചെറിയ ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, നമുക്കത് നോക്കാം. ദ ബിഗ്ഗസ്റ്റ് സക്സസസ് ഓഫൻ റിസൾട്ട് ഫ്രം ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് ബാറ്റിൽസ്. എന്താ പറയുന്നത്? ബിഗ്ഗസ്റ്റ് സക്സസസ്, ഏറ്റവും വലിയ വിജയങ്ങൾ പലപ്പോഴും ഉണ്ടാവുന്നത് എന്തിൽ നിന്നാണ്? ഫ്രം ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് ബാറ്റിൽസ്, ഏറ്റവും പ്രയാസകരമായിട്ടുള്ള യുദ്ധങ്ങളിൽ നിന്നാണ്. ലെറ്റ്സ് റീഡ് ദ സ്റ്റോറി ഓഫ് റോസ പാർക്സ് ഹൂസ് ലൈഫ് വാസ് എ ബാറ്റിൽ ഫോർ ജസ്റ്റിസ്. അപ്പോൾ നമുക്ക് റോസ പാർക്സിൻ്റെ സ്റ്റോറി വായിക്കാം. അവരുടെ ലൈഫ് എന്ന് പറയുന്നത് എന്തായിരുന്നു എന്നാണ് പറഞ്ഞത്? എ ബാറ്റിൽ ഫോർ ജസ്റ്റിസ്, അതായത് നീതിക്ക് വേണ്ടിയുള്ള ഒരു ബാറ്റിൽ, യുദ്ധമായിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം റോസ പാർക്സ് ആരാണെന്ന് നമ്മൾ ആദ്യം അറിയണം അല്ലേ? അപ്പോൾ അത് നമുക്ക് നോക്കാം. റോസ പാർക്സ് അവർ ജനിച്ചത് 1913 2005 മരണപ്പെടുകയും ചെയ്തു. ഷി വാസ് എൻ ആഫ്രിക്കൻ അമേരിക്കൻ സിവിൽ റൈറ്റ്സ് ആക്ടിവിസ്റ്റ്. ആഫ്രിക്കൻ അമേരിക്കൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമേരിക്കയിൽ ജീവിക്കുന്ന കറുത്ത വർഗ്ഗക്കാരായിട്ടുള്ള ആളുകളാണ്. ഓക്കെ, അപ്പം അവരുടെ ഒറിജിൻ എന്ന് പറയുന്നത് ആഫ്രിക്കയാണ്, പക്ഷെ അവർ അമേരിക്കയിൽ ആണ് ഉള്ളത്. സോ ആഫ്രിക്കൻ അമേരിക്കൻസ് എന്നാണ് അവരെ ജനറലി പറയുന്നത്. അവർക്ക് അമേരിക്കയിൽ അവരുടെ ബേസിക് ആയിട്ടുള്ള അവകാശങ്ങൾ പോലും നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള പല മൂവ്മെൻറ്റ്സും നടന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ റോസ പാർക്സ് ഒരു ആഫ്രിക്കൻ അമേരിക്കൻ സിവിൽ റൈറ്റ് ആക്ടിവിസ്റ്റ് ആണെന്നാണ് പറയുന്നത്. പൗരാവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ഒരു ആക്ടിവിസ്റ്റാണ്. whom the United States Congress called the first lady of civil rights and the mother of the freedom movement. അപ്പം റോസ പാർക്സിനെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കോൺഗ്രസ് വിളിച്ചിട്ടുണ്ടായിരുന്നത് ദ ഫസ്റ്റ് ലേഡി ഓഫ് സിവിൽ റൈറ്റ്സ് എന്നും അതേപോലെ ദ മദർ ഓഫ് ദ ഫ്രീഡം മൂവ്മെൻറ്റ് എന്നൊക്കെയാണ്. Her birthday, February 4, and the day she was arrested, December 1, have both become Rosa Parks Day, commemorated in both California and Ohio. കാലിഫോർണിയയിലും അതേപോലെ ഒഹിയോയിലും റോസ പാർക്സ് ഡേ എന്നറിയപ്പെട്ടിട്ടുള്ളത് ഫെബ്രുവരി 4 അതേപോലെ തന്നെ December 1. On December 1, 1955, Rosa Parks refused to move and this transformed a million lives. അപ്പം 1955 December 1 ഒരു സംഭവം ഉണ്ടായി. റോസ പാർക്സ് ഏതോ ഒരു സ്ഥലത്ത് നിന്ന് മൂവ് ചെയ്യാൻ വിസമ്മതിക്കുകയാണ്. അതെന്താണെന്നുള്ളത് നമുക്ക് സ്റ്റോറി വായിക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ആ ഒരു കാര്യം ഒരുപാട് ആളുകളുടെ, മില്യൺ ലൈഫ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് ആളുകളുടെ ജീവിതത്തെ മാറ്റിമറിച്ചു എന്നാണ് പറയുന്നത്. റോസ പാർക്സ് ഹാഡ് ബീൻ വർക്കിംഗ് ഓൾ ഡേ. ദിവസം മുഴുവൻ റോസ പാർക്സ് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഡെയിലി ജോലിക്ക് പോകുന്ന ആളാണ്. അപ്പോൾ വർക്ക് ഹാഡ് ബീൻ ഹെവിയർ ദാൻ യൂഷ്വൽ. സാധാരണയിലും കുറച്ച് ഹെവിയർ ആയിട്ടുള്ള വർക്കായിരുന്നു അന്നുണ്ടായിരുന്നത്. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ദർ വാസ് ഓൺലി വൺ തോട്ട് ഇൻ ഹെർ മൈൻഡ്. അപ്പോൾ ആ ഒരു ദിവസത്തിൻ്റെ അവസാനം അവരുടെ മനസ്സിൽ ആകെ ഒരു കാര്യമാണുള്ളത്. ഷീ വോണ്ടഡ് ടു സിറ്റ് ഡൗൺ. അവർക്ക് ആവശ്യം? അവർക്ക് എവിടെയെങ്കിലും ഒന്ന് ഇരിക്കണം. അതായത് അത്രയും കഠിനമായിട്ട് ഹെവിയറായിട്ട് ജോലി ചെയ്തിട്ടുള്ളതാണ്. സോ എവിടെയെങ്കിലും ഒന്ന് ഇരുന്നൊന്ന് റെസ്റ്റ് എടുക്കണം. അതാണ് അവരുടെ മനസ്സിലാകെയുള്ളൊരു ചിന്ത എന്ന് പറയുന്നത്. ബട്ട് ഇറ്റ് വാസ് ഗെറ്റിംഗ് ലേറ്റ്. പക്ഷേ സമയം വളരെ വൈകിയിട്ടുണ്ട്. ആൻഡ് എവറിബഡി വാസ് ഗോയിങ് ഹോം. പക്ഷേ എല്ലാവരും എന്ത് ചെയ്തിട്ടുണ്ട്? വീട്ടിലേക്ക് തിരികെ പോയിട്ടുണ്ട്. റോസ വാക്ക്ഡ് ടു ദ ബസ് സ്റ്റോപ്പ് ആൻഡ് ഗോട്ട് ഓൺ എ ബസ്. അപ്പം റോസ് എന്ത് ചെയ്തു? ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു. അങ്ങനെ ഒരു ബസ്സിൽ കയറി. ദർ വർ മെനി വേക്കൻറ്റ് സീറ്റ്സ്. അപ്പം ആ ബസ്സിൽ ഒരുപാട് വേക്കൻ്റ് ആയിട്ടുള്ള ഒഴിവുള്ള സീറ്റുകൾ ഉണ്ടായിരുന്നു. ആളുകളൊക്കെ കുറവായിരുന്നു. ഓക്കെ, ഷീ പെയ്ഡ് ഹെർ ഫെയർ ആൻഡ് സാറ്റ് ഡൗൺ ഇൻ ദ നിയറസ്റ്റ് സീറ്റ്. അവരെന്ത് ചെയ്തു? അടുത്തുള്ള ഒരു സീറ്റിൽ തന്നെ ഇരുന്നു. ബസ്സിലെ ഫെയറൊക്കെ കൊടുത്തു, ബസ്സിൻ്റെ പൈസ കൊടുത്തു. എന്നിട്ട് അടുത്ത് തന്നെ കണ്ട ആ ഒരു സീറ്റിൽ കയറിയിട്ടിരുന്നു. ദ ബസ് വാസ് നിയർലി എം ടി. അപ്പം ബസ് എം ടി ആണ്, അതായത് കൂടുതൽ ആളുകളൊന്നുമില്ല, സീറ്റൊക്കെ ഒഴിവാണെന്നാണ് പറയുന്നത്. റോസ ഫെൽറ്റ് ഗ്രേറ്റ്ഫുൾ. അവൾക്ക് വളരെയധികം നന്ദിയാണ് തോന്നിയിട്ടുള്ളത്. കാരണം ഇരിക്കാൻ പറ്റുമല്ലോ, റെസ്റ്റ് എടുക്കാൻ പറ്റുമല്ലോ എന്നാലോചിച്ചിട്ട്. ഹെർ ഫീറ്റ് വർ വെരി ടയേർഡ്. അവളുടെ കാലുകളൊക്കെ വളരെ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. കാരണം കഠിനമായിട്ട് ജോലി ചെയ്ത് തളർന്നു വരികയാണ്. കാലുകളൊക്കെ തളർന്നിട്ടുണ്ടായിരുന്നു. ദേ റിയലി നീഡഡ് എ റെസ്റ്റ്. അപ്പം ആ ഒരു കാലുകൾക്ക് വേണ്ടത്? റെസ്റ്റാണ് വേണ്ടത്. കാലുകളൊക്കെ തളർന്നിട്ടുണ്ട്, ജോലി ചെയ്ത് ക്ഷീണതയാണ് മൊത്തത്തിൽ. ദാറ്റ് വാസ് ഓവർ സംതിങ് ഓൺലി റോസ ന്യൂ. അപ്പം അവൾക്ക് ആകെ അറിയാവുന്ന കാര്യം അവൾ വളരെ ക്ഷീണിതയാണ്. അവളുടെ കാലുകൾ വളരെ ക്ഷീണിച്ചിട്ടുണ്ട്. നടക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ? നമുക്ക് ഒരുപാട് റെസ്റ്റ് ഇല്ലാതെ ജോലി ചെയ്യുന്ന സമയത്ത് കാലുകൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ? അതാണ് കേട്ടോ. ദ ഡ്രൈവർ ഓഫ് ദ ബസ് ന്യൂ നത്തിങ് അബൌട്ട് ഹെർ ഫീറ്റ്. ആ ഒരു ബസ്സിലെ ഡ്രൈവർക്ക് അവളുടെ കാലിൻ്റെ ക്ഷീണമോ അവളുടെ കാലിൻ്റെ ബുദ്ധിമുട്ടോ ഒന്നും തന്നെ അറിയുണ്ടായിരുന്നില്ല. ഹി ഡിഡ് നോട്ട് ഈവൻ നോ ഹെർ നെയിം. ആ ഒരു ഡ്രൈവർക്ക് അവളുടെ പേര് പോലും അറിയുണ്ടായിരുന്നില്ല. ബട്ട്
ഹി സോ ദാറ്റ് ഷീ വാസ് നോട്ട് വൈറ്റ്. പക്ഷെ അദ്ദേഹം അവളിൽ ആകെ കണ്ട കാര്യം എന്താണ്? അവൾ വൈറ്റ് അല്ല എന്നുള്ളതാണ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് അന്നത്തെ കാലത്തെ വർണ്ണവിവേചനമാണ് കേട്ടോ. ആഫ്രിക്കൻ അമേരിക്കൻസ് അനുഭവിച്ചിട്ടുണ്ടായിരുന്ന പല ബുദ്ധിമുട്ടുകളുമാണ്. അവരുടെ കളറിലൂടെ അവരെ ഐഡൻറ്റിഫൈ ചെയ്യുകയാണ്. ഇവിടെ ഇതാണ് സംഭവിച്ചിട്ടുള്ളത്. റോസാ പാർക്സിനെ അവളുടെ കളറ് കൊണ്ട് അവളുടെ ആ ഒരു വർഗത്തിനെ ഐഡൻറ്റിഫൈ ചെയ്യുകയും, അപ്പം അവളുടെ ബുദ്ധിമുട്ടുകളൊന്നല്ല, ആകെ അയാൾ ശ്രദ്ധിച്ച കാര്യം എന്താണ്? അവൾ ബ്ലാക്ക് ആണ് എന്നുള്ള കാര്യമാണ്. അപ്പം എന്താണ്, അവിടെ റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ കൊടികുത്തി വാണിരുന്ന കാലമാണ് കേട്ടോ. ഷീ വാസ് എ ബ്ലാക്ക് പാസഞ്ചർ. അവരെന്താണ്? ഒരു ബ്ലാക്ക് പാസഞ്ചറാണ്. ആര്? റോസാ പാർക്സ്. ആൻഡ് ദാറ്റ് ഹീ തോട്ട് വാസ് ഓൾ ഹീ നീഡഡ് ടു നോ അബൌട്ട് ഹെർ. അപ്പം അദ്ദേഹം ആകെ ചിന്തിച്ചൊരു കാര്യം എന്താണ്? ഈ സ്ത്രീ ബ്ലാക്ക് ആണോ അതോ വൈറ്റ് ആണോ, ആ ഒരു കാര്യം അദ്ദേഹത്തിന് അറിഞ്ഞാൽ മതി എന്നുള്ളതാണ്. ഓക്കെ, ബട്ട് ഹീ വാസ് മേക്കിംഗ് എ മിസ്റ്റേക്ക്. പക്ഷേ അദ്ദേഹം ഒരു മിസ്റ്റേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ് വാസ് എ മിസ്റ്റേക്ക് ദാറ്റ് കോസ്റ്റ് ഹിസ് കമ്പനി എ ലോട്ട് ഓഫ് മണി. അപ്പോൾ എന്താണ്, ഒരു ബ്ലാക്ക് ലേഡിയെ ഇരുത്തി യാത്ര ചെയ്യിപ്പിക്കുന്നത് തന്നെ ഒരു വലിയ മിസ്റ്റേക്കാണ്. അത് കാരണം എന്താണ്, ഇവരുടെ കമ്പനിക്ക് ഒരുപാട് പണം നഷ്ടമാകുമെന്നാണ് പറയുന്നത്. അവർ സ്റ്റോറി ബിഗിൻസ് ഇൻ അമേരിക്ക ഇൻ എ ടൗൺ കോൾഡ് മോൺഗോമറി. അപ്പം ഇത് ഈ ഒരു സ്റ്റോറി നടക്കുന്നത് എവിടെയാണ് ബിഗിൻ ചെയ്യുന്നത്? ബിഗിൻ മീൻസ് സ്റ്റാർട്ട്, തുടങ്ങുന്നത് അമേരിക്കയിലാണ്. അമേരിക്കയിലുള്ള ഒരു ടൗണാണ് മോൺഗോമറി. അവിടെയാണ് ഈ ഒരു കഥ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ന് റോസാ പാർക്സിനെ കുറിച്ചാണ് പറയുന്നത്. റോസ വാസ് എൻ ഓർഡിനറി വിമൻ വിത്ത് എ ജോബ് ഇൻ എ ഡ്രസ് മേക്കേഴ്സ് ഷോപ്പ്. അപ്പം റോസ എന്ന് പറയുന്നത് ഒരു സാധാരണക്കാരിയായിട്ടുള്ള സ്ത്രീയാണ്. അവരുടെ ജോലി എന്താണ്? ഡ്രസ് മേക്കേഴ്സിൻ്റെ ഷോപ്പിലാണ് അവർ വർക്ക് ചെയ്യുന്നത്. ദ ഡേ വാസ് എൻ ഓർഡിനറി വർക്കിംഗ് ഡേ. ആ ഒരു ദിവസം എന്ന് പറയുന്നത് സാധാരണ വർക്കിംഗ് ഡേ പോലെ തന്നെ ആയിരുന്നു. ഇറ്റ് വാസ് ദ ഫസ്റ്റ് ഡേ ഓഫ് ഡിസംബർ ഇൻ ദ ഇയർ 1955. അപ്പോൾ എന്നാണ് ആ ഒരു ദിവസം? 1955 ഡിസംബർ 1 ഓക്കെ, ഡിസംബർ 1 അതാണ് ആ ഒരു ദിവസം. റോസ ഹാഡ് എ ലവിങ് ഫാമിലി. റോസയ്ക്ക് നല്ല സ്നേഹമുള്ള ഒരു കുടുംബം ഉണ്ടായിരുന്നു. ഷീ എൻവേഡ് നോബഡി. അവൾക്ക് ആരോടും അങ്ങനെ അസൂയയും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. ഹെർ മാനേഴ്സ് വർ മൈൽഡ്. അവളുടെ പെരുമാറ്റം എന്താണ്? വളരെ സൗമ്യമായിട്ടുള്ളതായിരുന്നു. ഷീ സ്പോക്ക് ഇൻ എ ക്വൈറ്റ് സോഫ്റ്റ് വോയിസ്. അവൾ സംസാരിക്കുക എങ്ങനെയാണ്? ശാന്തമായിട്ട് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള വോയിസിലാണ് സംസാരിക്കുക. ഷീ ഓൾവേസ് ഒബെയ്ഡ് ദ ലോസ് ഓഫ് ദ കൺട്രി ആൻഡ് ബ്രോക്ക് നോ റൂൾസ്. അപ്പം ആ ഒരു കൺട്രിയിൽ അവൾ ജീവിക്കുന്ന ആ ഒരു രാജ്യത്തിലുള്ള എല്ലാ റൂൾസും അവൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒബേ ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല ബ്രോക്ക് നോ റൂൾസ്, ഒരു നിയമങ്ങളും അവൾ തെറ്റിച്ചിട്ടുമില്ല. ഓക്കെ, അപ്പോൾ ഒരു സ്നേഹസമ്പന്നമായ കുടുംബമുള്ള, അതേപോലെ എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുകയും ഇടപഴകുകയൊക്കെ ചെയ്യുന്ന, താൻ ജീവിക്കുന്ന രാജ്യത്തെ എല്ലാ റൂളുകളും ഒബേ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന സാധാരണക്കാരിയായ ഒരു സ്ത്രീയാണ് റോസ എന്ന് പറയുന്നത്. ഓക്കെ, ബട്ട് ഇൻ ദോസ് ഡേയ്സ് നോട്ട് ഓൾ ലോസ് ആൻഡ് റൂൾസ് വെർ ഫെയർ. പക്ഷേ അന്നത്തെ കാലത്ത് എല്ലാ നിയമങ്ങളും ഭരണങ്ങളും ഫെയർ ആയിരുന്നില്ല, അതായത് ശരിയായതായിരുന്നില്ല എന്നാണ് പറയുന്നത്. ദാറ്റ് ഡേ വെൻ റോസ സാറ്റ് ഇൻ ദാറ്റ് സീറ്റ് ഓൺ ദാറ്റ് ബസ് ഷീ ഹാഡ് നോട്ട് തോട്ട് ഓഫ് ബ്രേക്കിംഗ് എനി റൂൾ. എന്താണ് ആ ഒരു ദിവസം? ഏതാണ് ആ ദിവസം? വെൻ റോസ സാറ്റ് ഇൻ ദാറ്റ് സീറ്റ് ഓൺ ദാറ്റ് ബസ്. ആ ഒരു ബസ്സിലെ ആ ഒരു സീറ്റിൽ റോസ ഇരുന്ന ആ ഒരു ദിവസം ഷീ ഹാഡ് നോട്ട് തോട്ട് ഓഫ് ബ്രേക്കിംഗ് എനി റൂൾസ്. അവൾ എന്തെങ്കിലും ഒരു നിയമം തെറ്റിക്കണം, അതിനെ ബ്രേക്ക് ചെയ്യണമെന്ന് ചിന്തിച്ചുകൊണ്ടല്ല ആ ഒരു സീറ്റിൽ ഇരുന്നത്. ഓക്കെ, അങ്ങനെ ഒരു ചിന്ത അവളുടെ മനസ്സിലുണ്ടായിരുന്നേ ഇല്ല. എന്താണ്, റോസ കയറിയ സമയത്ത് ബസ്സിലെ ഓൾമോസ്റ്റ് സീറ്റൊക്കെ എംപ്റ്റി ആയിരുന്നു. അതുകൊണ്ട് അത് മാത്രമല്ല, അവൾ വളരെ ക്ഷീണിതയായിരുന്നു. അവളുടെ ആകെ ഒരു ആവശ്യം എന്ന് പറയുന്നത് എവിടെയെങ്കിലും ഒന്ന് ഇരിക്കുക എന്നുള്ളായിരുന്നു. അപ്പോൾ ബസ്സിൽ കയറിയപ്പോൾ എന്താണ്, സീറ്റ് ഉണ്ട്, അതുകൊണ്ട് അവൾ അവിടെ ഇരുന്നതാണ്. അല്ലാതെ ഏതെങ്കിലും ഒരു റൂള് ബ്രേക്ക് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടല്ല റോസ ആ ഒരു സീറ്റിൽ ഇരുന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇറ്റ് ഹാപ്പൻ ബിഫോർ ദ ബസ് സ്റ്റാർട്ടഡ്. അപ്പോൾ ഇത് നടക്കുന്നത് എപ്പോഴാണ്? ബസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപാണ്. വെൻ ദ വാർണിംഗ് ബെൽ റാങ് പാസഞ്ചേഴ്സ് റഷ്ഡ് ഇൻ. അപ്പോൾ എന്താണ്, ബസ് പുറപ്പെടുകയാണ് എന്നുള്ള രീതിയിൽ ബെല്ലടിക്കുമല്ലോ, അത് ആളുകളെ അറിയിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ബെല്ലടിച്ച സമയത്ത്, വാർണിംഗ് ബെല്ല് അടിച്ച സമയത്ത് പാസഞ്ചേഴ്സൊക്കെ എന്ത് ചെയ്തു? റഷ് ചെയ്ത് ഉള്ളിലേക്ക് കയറി, തിക്കി തിരക്കി ഉള്ളിലേക്ക് കയറുകയാണ് എല്ലാവരും കൂടെ. മെനി ഓഫ് ദം വർ വൈറ്റ് അമേരിക്കൻസ്. അതിൽ മെജോറിറ്റി ആളുകളും, അതായത് ഭൂരിഭാഗം ആളുകളും എന്താണ്, വൈറ്റ് അമേരിക്കൻസ് ആണ്. നമ്മൾ ചിന്തിക്കണം, റോസാ പാർക്സ് ആരാണ്? ആഫ്രിക്കൻ അമേരിക്കൻ ആണ്, ബ്ലാക്ക് ആണ് കേട്ടോ, ബ്ലാക്ക് അമേരിക്കൻ ആണ്. അപ്പോൾ ഇവരെന്താണ്, വൈറ്റ് അമേരിക്കൻസ് ആണ് അതിൽ കൂടുതൽ ആളുകളും ഉണ്ടായിരുന്നത് പാസഞ്ചേഴ്സിൽ. ഈച്ച് ടൈം എ വൈറ്റ് പാസഞ്ചർ ക്ലൈംഡ് ഇൻ ടു ദ ബസ് എ ബ്ലാക്ക് പാസഞ്ചർ ഗോട്ട് അപ്പ് ഫ്രം എ സീറ്റ് ആൻഡ് മൂവ്ഡ് അവേ. അപ്പോൾ ഓരോ പ്രാവശ്യവും ഓരോ വൈറ്റ് പാസഞ്ചർ കയറുന്ന സമയത്ത് വെള്ളക്കാരായിട്ടുള്ള എന്താണ്
യാത്രക്കാർ കയറുന്ന സമയത്ത് ഒരു ബ്ലാക്ക് പാസഞ്ചർ അവരുടെ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് മാറി നിൽക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ വൈറ്റ് പാസഞ്ചറിന് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അന്നത്തെ കാലത്ത് ആ ഒരു റൂൾ ഉണ്ടായിരുന്നു. ഓക്കെ, ദ റൂൾ വാസ് സിമ്പിൾ ആൻഡ് ക്ലിയർ. റൂൾ എന്ന് പറയുന്നത് സിമ്പിൾ ആൻഡ് ക്ലിയർ ആയിട്ടുള്ള ഒന്നാണ്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ബ്ലാക്ക് പാസഞ്ചേഴ്സ് ഹാഡ് ടു ഗിവ് അപ്പ് ദെയർ സീറ്റ്സ് വെൻ വൈറ്റ് പാസഞ്ചേഴ്സ് കെയിം ഇൻ. എന്താണ് റൂള്? ബ്ലാക്ക് പാസഞ്ചേഴ്സ് അവരുടെ സീറ്റ് ഒഴിഞ്ഞു കൊടുക്കണം. എപ്പോഴാണ്? വെൻ വൈറ്റ് പാസഞ്ചേഴ്സ് കെയിം ഇൻ. വൈറ്റ് പാസഞ്ചേഴ്സ്, വെള്ളക്കാരായിട്ടുള്ള യാത്രക്കാർ വരുന്ന സമയത്ത് കറുത്ത വർഗ്ഗക്കാരായിട്ടുള്ള ആളുകൾ അവരുടെ സീറ്റ് ഒഴിഞ്ഞു കൊടുക്കണം. ദേ ഹാഡ് ടു ഗെറ്റ് ഓഫ് ദ ബസ് ആൻഡ് ഗോ റൗണ്ട് ടു ദ ബാക്ക് ഡോർ. അവരെന്ത് ചെയ്യണം? ആ ഒരു ബസ്സിൽ നിന്ന് ഇറങ്ങി. എങ്ങനെ ഇറങ്ങണം? ബാക്ക് ഡോർ വഴി ഇറങ്ങണം. എന്നിട്ടോ ദേ കുഡ് ദെൻ ഗെറ്റ് ഓൺ ദ ബസ് അഗെയിൻ ആസ് സ്റ്റാൻഡിങ് പാസഞ്ചേഴ്സ്. അപ്പം അതിനുശേഷം ബാക്ക് ഡോർ വഴി പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം വീണ്ടും ബസ്സിലേക്ക് കയറാം. എങ്ങനെയാണ്? ഒരു സ്റ്റാൻഡിങ് പാസഞ്ചറായിട്ട്, നിൽക്കുന്ന പാസഞ്ചറായിട്ട് അവർക്ക് വീണ്ടും കയറണം. ഇതാണ് അവരുടെ റൂള്. ഓക്കെ, സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇത്രയാണ് പറഞ്ഞു വെക്കുന്നത്. സെക്കൻഡ് പാർട്ട് വീഡിയോ നമ്മൾ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. സീ യു വിത്ത് അനദർ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.